തിരുവമ്പാടി KCB ഓഫീസ് അക്രമത്തിൽ നിരപരാധിയെന്ന് റിമാൻഡിലായ അജ്മൽ പറയുന്നു. ഓഫീസിലെ ഉപകരണങ്ങൾ തകർത്തിട്ടില്ല. KCB ഉദ്യോഗസ്ഥരാണ് തന്നെയും അനിയനെയും മർദ്ദിച്ചതെന്നും അജ്മൽ പറയുന്നുണ്ട്. മർദ്ദിക്കുന്നത് ഷൂട്ട് ചെയ്ത ഫോൺ KCB ഉദ്യോഗസ്ഥർ പിടിച്ചു വാങ്ങിയെന്നും അജ്മൽ ആരോപിക്കുന്നുണ്ട്. അജ്മലാണ് സംസാരിക്കുന്നത്. ഇന്ന് ഒരു വിവാദമായ വാർത്തയല്ലേ, ആ ഒരു വാർത്തേൻ്റെ ഒരു ശരിയായ ഒരു വശം പുറത്തേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വോയിസ് ഇടുന്നത്. ആക്ച്വലി ഞാൻ അവിടെ ചെയ്തിട്ടുള്ളത് ഒരു അധിക ബില്ലിൻ്റെ പേരിൽ സംസാരം വന്നതിൽ ഒരു പ്രതിഷേധം ഉണ്ടായിട്ട് ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നൊരു പഴയ കറിയെടുത്ത് ഇതിൻ്റെ തലയിൽ കൂടെ ഒഴിച്ചിട്ടുണ്ട്. വേറെ അതിൽ പറയുന്നതൊക്കെ വ്യാജാണ്. പിന്നെ അവർ സ്വന്തമായിട്ടാണ് തല്ലി പൊളിച്ചത്. അതിൽ KCB ഡ്രൈവർ ആണ് എൻ്റെ അനിയൻ്റെ ടേബിളിൻ്റെ ടോപ്പിലിരുന്ന ഗ്ലാസ് എടുത്ത് തല്ലി പൊളിച്ചത്. തല്ലി ഇവൻ്റെ അനിയൻ്റെ ബാക്കിനിടിച്ചിട്ടാണ് പൊളിച്ചത്. അതൊക്കെ ഞങ്ങൾ പൊളിച്ചു എന്നാണ് പറഞ്ഞത്. അനിയൻ്റെ തലയ്ക്ക് അടി ഇട്ടിട്ടുണ്ട് വേറൊരു ടേബിളിൻ്റെ ഡോർ എടുത്തിട്ട്. അതുപോലെ കമ്പ്യൂട്ടർ കൊണ്ട് അനിയനെ തല്ലിയിട്ടുണ്ട്, കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ കൊണ്ട്. അതൊക്കെ ഞങ്ങളെ പേരിൽ വരാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ സംഭവം ഫുള്ള് റെക്കോർഡ് ചെയ്ത ഒരു ഫോണുണ്ട്. ഞാൻ ഇവിടുന്ന് KCB ഉള്ളിലേക്ക് കയറി പോകുന്നത് മുതൽ ഇറങ്ങി വരുന്നത് വരെയുള്ള ഫുൾ റെക്കോർഡ് ചെയ്തൊരു ഫോണുണ്ട്. ആ ഫോണ് ഈ KCB AV എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വെച്ചിട്ടുണ്ട്. ആ ഫോണ് പുറത്തേക്ക് വന്നാൽ ഇപ്പോൾ കാണുന്നതൊക്കെ നേരെ തിരിച്ചാവും. അതിന് എന്നെ മർദ്ദിക്കുന്ന, എൻ്റെ അനിയനൊക്കെ മർദ്ദിക്കുന്ന ഫുൾ വീഡിയോ അതിലുണ്ട്. അവരെ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവരും ചേർന്ന് എന്നെ മർദ്ദിക്കുന്ന വീഡിയോ ഉണ്ട് അതിൽ. വിവരങ്ങൾ നൽകാൻ ഗോകുലുണ്ട്. ഗോകുലെ, ഈ തിരുവമ്പാടി KCB സെക്ഷൻ ഓഫീസിലെ ജീവനക്കാരുടെ അവർ പറയുന്നതല്ല ഇപ്പോൾ ഈ അജ്മൽ പറയുന്നത് അത് നമുക്കറിയാം, ഓഫീസ് മുഴുവൻ അടിച്ച് തകർത്തിട്ടിരിക്കുന്ന അജ്മലാണ് അത് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും റിമാൻഡിലുമാണ്. പക്ഷേ അജ്മൽ പറയുന്നത് തന്നെയും അനിയനെയും ഈ ജീവനക്കാരാണ് മർദ്ദിച്ചത്. പക്ഷേ അതിന് തെളിവുകളൊന്നും കൈവശമില്ല, കാരണം അതൊക്കെ ഷൂട്ട് ചെയ്ത ഫോൺ അവർ പിടിച്ചു വാങ്ങി എന്നുള്ളതാണ്. എന്താണ് വിശ്വസിക്കുക എന്നാണ് നമ്മുടെ സംശയം. എന്തായാലും ഈ വിഷയത്തിൽ അജ്മലിന്റെ ഭാഷ്യം എന്താണ്? അജ്മൽ പറയുന്നത്, അജ്മൽ റിമാൻഡിലാവുന്നതിന് തൊട്ട് മുമ്പ് സുഹൃത്തുക്കൾക്ക് അയച്ച സന്ദേശത്തിലാണ് ഈ വക കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ വൈദ്യുതി, അജ്മലിന്റെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമായിരുന്നു ഇത്തരത്തിൽ ഒരു അക്രമത്തിലേക്ക് കലാശിച്ചത്. കഴിഞ്ഞ ദിവസം അജ്മലിന്റെ വീട്ടിലെ വൈദ്യുതി കുടിശ്ശികയായതിനെ തുടർന്ന് KCB ഉദ്യോഗസ്ഥർ വന്ന് ലൈൻ വിച്ഛേദിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അന്ന് വൈകിട്ട് തന്നെ ഓൺലൈനായിട്ട് അജ്മൽ ഈ വൈദ്യുതി കുടിശ്ശികയായിട്ടുള്ള പണം അടയ്ക്കുകയും വിച്ഛേദിച്ച വൈദ്യുതി ലൈനിൽ വീണ്ടും പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് KCB ഉദ്യോഗസ്ഥരെ വിളിച്ചു പറയുകയും ചെയ്തു. എന്നാൽ അന്ന് KCB ഉദ്യോഗസ്ഥർക്ക് വരാൻ വേണ്ടി പറ്റിയില്ല. പിറ്റേ ദിവസം മാത്രമാണ് KCB ഉദ്യോഗസ്ഥർ വന്ന് ഇത്തരത്തിലുള്ള ഒരു നടപടി എടുത്തത്. ആ സമയത്ത് ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ വന്ന KCB ഉദ്യോഗസ്ഥരും അജ്മലും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും അതിനെ ചൊല്ലി അജ്മൽ ഈ KCB ഓഫീസിൽ വരിക, അതിനെ ചൊല്ലി KCB ജീവനക്കാർ അജ്മലിനെതിരെ പരാതി നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. കേസെടുത്തതിന്റെ വൈരാഗ്യത്തിലാണ് അജ്മൽ KCB ഓഫീസിൽ വന്ന് ഇത്തരത്തിലുള്ള അക്രമം നടത്തിയത് എന്നാണ് KCB ജീവനക്കാരും AE ആയിട്ടുള്ള പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. അതിനെ തുടങ്ങിയിട്ടുള്ള വിവാദമാണ് ഇപ്പോൾ ഈ നിലയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ KCB ഓഫീസറും ജീവനക്കാരും പറഞ്ഞതിൽ വിഭിന്നമായിട്ടാണ് കാര്യം നടന്നതെന്നും അത് തന്റെ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നും അജ്മൽ പറയുന്നുണ്ട്. ആ വീഡിയോയിൽ ഓഡിയോയിൽ പറയുന്നുണ്ട്. എന്നാൽ ആ ഫോൺ KCB ജീവനക്കാർ പിടിച്ചു വെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മാത്രമല്ല അവിടെ നടത്തിയിട്ടുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് KCB ജീവനക്കാരാണ്. അത് താൻ KCB ഓഫീസിലേക്ക് കയറി പോകുന്നത് മുതൽ ഇറങ്ങി വരുന്നത് വരെയുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിരുന്നു. അതിലൊരു കാര്യം ഈ അജ്മൽ സമ്മതിക്കുന്നുണ്ട്. അതായത് ഈ കറി ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ ജീവനക്കാരുടെ മേത്തേക്ക് ഒഴിച്ചതായിട്ട് അജ്മൽ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ മറ്റു കാര്യങ്ങളൊക്കെ നുണയാണ് എന്നൊരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഓഡിയോയിലൂടെ അജ്മൽ പറയുന്നത്. താൻ തീർത്തും നിരപരാധിയാണ് എന്നൊരു കാര്യമാണ് അജ്മൽ പറയുന്നത്. എന്നാൽ ഇതേ തുടർന്ന് മറ്റൊരു സംഭവം കൂടി KCBയുടെ ഭാഗത്തുണ്ടായി. ഈ പുനഃസ്ഥാപിച്ച അജ്മലിന്റെ വീട്ടിലുള്ള വൈദ്യുതി കണക്ഷൻ വീണ്ടും വിച്ഛേദിക്കും. അതെ, KCBയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വൈദ്യുതി പേരിൽ വൈദ്യുതി വിച്ഛേദിക്കുന്നത്, അല്ലേ? അതെ. അതിനോടനുബന്ധിച്ച് അജ്മലിന്റെ പിതാവും മാതാവും ഇന്നലെ വൈകിട്ട് KCB ഓഫീസിൽ പ്രതിഷേധം നടത്തുകയും മെഴുകുതിരി കത്തിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടത്തിയത്. പ്രതിഷേധം നടത്തുന്നതിനിടെ പിന്നെ അജ്മലിന്റെ വാപ്പ അബ്ദുൾ റസാഖ് തളർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ തിരുവമ്പാടിയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസും ഒക്കെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് ഒരു KCB ഓഫീസിലേക്ക് ആക്രമണം നടത്തിയെന്നതിന്റെ പേരിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്ന ഒരു സാഹചര്യം. അത് പ്രധാനപ്പെട്ട ഒരു മറ്റൊരു കാര്യം, ഈ അജ്മലിന്റെ പേരിലല്ല ആ വീട്ടിലെ കണക്ഷൻ എന്നുള്ളതാണ്. അജ്മൽ നടത്തിയ അക്രമത്തിന്റെ പേരിൽ അജ്മലിന്റെ വാപ്പയുടെ പേരിലുള്ള കണക്ഷനാണ് വിച്ഛേദിച്ചത്. റസാഖിന്റെ പേരിലുള്ള കണക്ഷൻ വിച്ഛേദിച്ചു. അതിന്റെ പേരിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു അവർ, വാപ്പയും ഉമ്മയും കൂടി. അതിനിടെ റസാഖ് കുഴഞ്ഞു വീണു എന്നുള്ളതാണ്. എന്തായാലും യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഈ വിഷയം ഏറ്റെടുത്തിട്ടുമുണ്ട്. അജ്മൽ പറയുന്നത് അജ്മലിനെയാണ് ആക്രമിച്ചത് എന്നുള്ളതാണ്. KCB സെക്ഷൻ ഓഫീസിലെ ജീവനക്കാർ. ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.